പരാമർശം നടത്തിയപ്പോൾ മെമ്പർ ചെറിയ പരാമർശം നടത്തിയപ്പോൾ ഈ താടി മതപരമായ ഇതല്ല എന്ന് പറഞ്ഞു. സർ, അത് ആവശ്യമില്ലാത്തൊരു പരാമർശമാണ്. കാരണം താടി മതപരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ നാട്ടിലുണ്ട്. വെക്കാതിരിക്കാതൊക്കെ അവനെന്റെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. പക്ഷെ അത് പ്രോഫറ്റിന്റെ തിരുസുന്നത്ത്, അതായത് അവന്റെ വഴിക്ക് വരുന്ന ഒരു സംഗതി ഞങ്ങളൊക്കെ കേട്ടിട്ടുമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇല്ലായിരുന്ന ഒന്നാളാരെങ്കിലും വിമർശിച്ചു, അത് വല്ലാതെ മോശമാവും. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെയാണ്. താടികൾ പലവിധമുണ്ട്. ലെനിന്റെ താടി വെക്കുന്നവരുണ്ടാവും, താടി വെക്കാത്തവരുണ്ടാവും, ഫാഷന് വേണ്ടി വെക്കുന്നവരുണ്ടാവും. ഇപ്പൊ നമ്മളെ നെയ്മറെ താടി വെക്കുന്നുണ്ട്. സ്പീക്കർ ബഹുമാനപ്പെട്ട സഭാധ്യക്ഷന്റെ താടി എന്ത് താടിയാണ്? ആ സുന്നത്ത് കിട്ടുമോ? പക്ഷേ താടി മതപര അല്ല എന്ന് പറയരുത്. കാരണം അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു നാട്ടിലുണ്ട്. അപ്പൊ നിങ്ങളെ അത് പറഞ്ഞു കേട്ട് നിങ്ങൾ അവിടെ എന്തെടുക്കായിരുന്നു? നിങ്ങൾക്ക് ചോദിച്ചാൽ നമുക്ക് മോശമാവും അല്ലേ? അതുകൊണ്ട് ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്ത താടി ഒരു ചർച്ചാ വിഷയമാക്കണ്ട പ്ലീസ്. സാർ, ഞാൻ പറഞ്ഞത് താടി ഒരു നിർബന്ധമുള്ള കാര്യമല്ല എന്നാണ്. നിർബന്ധമുള്ള കാര്യം സാർ, അങ്ങനെയാണെങ്കിൽ താടി സാർ ഞാൻ ചോദിക്കട്ടെ സാർ, താടി നിർബന്ധമുള്ള കാര്യമാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ 18 മെമ്പർമാരിൽ ഒരാളും താടി വെച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് വെക്കാത്തത് സാർ? ഞാൻ പറഞ്ഞത് പോലീസിൽ താടി വളർത്താനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള ആവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതില്ല എന്നാണ്. CH മുഹമ്മദ് കോയ സാഹിബ് ആഭ്യന്തരമന്ത്രിയായിരിക്കെ അത്തരം ഒരു സ്വാതന്ത്ര്യം കേരള പോലീസിൽ അനുവദിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് എന്റെ സുഹൃത്ത് ഇബ്രാഹിം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്? സാർ, CH മുഹമ്മദ് കോയ സാഹിബ് സഭയിൽ അംഗമായിരുന്നല്ലോ, താടി ഉണ്ടായിരുന്നു. നഹാസ് സാഹിബ് അദ്ദേഹത്തിന് താടി ഉണ്ടായിരുന്നു. താടിയെ സംബന്ധിച്ച് ഞാനതിനെതിരല്ല. പ്ലീസ് അനാവശ്യമാണ്. ഇനി താടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യണ്ട. വെക്കുന്ന